നമ്മളുടെ എല്ലാവരുടെയും സ്കൂൾ ടൈംസിൽ നമ്മൾ ഓർക്കാൻ ആഗ്രഹിക്കുന്ന ഒത്തിരിയേറെ ബ്യൂട്ടിഫുൾ മെമ്മറീസ് ഉണ്ടാവല്ലേ. പക്ഷേ കുറച്ച് പേരുടെയെങ്കിലും ലൈഫിൽ അവർ ഓർക്കാൻ ആഗ്രഹിക്കാത്ത ചില ബാഡ് മെമ്മറീസും ഉണ്ടാവും കേട്ടോ. നമുക്കിന്നൊരു കഥ കേട്ടാലോ. 3ാം ക്ലാസ് പഠിക്കുന്ന ഒരു പെൺകുട്ടി. അന്ന് അവളുടെ സ്കൂളിൽ പാരൻസ് മീറ്റിംഗ് ആയിരുന്നു. അവളുടെ അമ്മയെ കണ്ട് അവളുടെ കൂട്ടുകാരി അവളോടൊരു കാര്യം ചോദിച്ചു. നിൻ്റെ അമ്മയ്ക്ക് നല്ല നിറമുണ്ടല്ലോ, പിന്നെ നീ എന്തുകൊണ്ടിട്ടാണ് ഇങ്ങനെ കറുത്തു പോയെന്ന്. ആ ചോദ്യം അവളെ വല്ലാണ്ട് ഹേർട്ട് ചെയ്തു. ആ ചോദ്യം അവളുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞിരുന്നു. പിന്നീട് അവൾ എത്ര നല്ല ഡ്രസ്സ് ഇട്ടപ്പോഴും എത്ര ഓർണമെൻറ്റ്സ് ഇട്ടപ്പോഴും ആ ചോദ്യം അവളുടെ മൈൻഡിൽ അവൾ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടേയിരുന്നു. ഞാൻ എന്തുകൊണ്ടിട്ടാണ് കറുത്തു പോയത്? എന്തുകൊണ്ട് എൻ്റെ നിറം ആർക്കും ഇഷ്ടപ്പെടാത്തത്? കാലം കുറേ കടന്നുപോയി. അവൾക്ക് നല്ലൊരു ലൈഫ് പാർട്ട്ണറിനെ കിട്ടി. അവളെ എല്ലാ രീതിയിലും അംഗീകരിച്ച് സ്നേഹിച്ച് നല്ലൊരു ലൈഫ് പാർട്ട്ണറിനെ. അതുകൊണ്ടായിരിക്കാം അവൾ ആ ചോദ്യം എപ്പോഴൊക്കെയോ മറന്നുപോയിരുന്നു. പിന്നീട് അവൾക്ക് നല്ലൊരു മകൾ ജനിച്ചു. അവളുടെ മോളെ കണ്ട് എല്ലാവരും അവളോട് പറഞ്ഞൊരു കാര്യമുണ്ട്, അവളുടെ മോളെ കാണാൻ അവളെക്കൂട്ട് തന്നെയാണെന്ന്. അത് കേട്ടപ്പോൾ അവൾ വളരെ എക്സൈറ്റഡായി. അവൾക്ക് വളരെ സന്തോഷം തോന്നി. അതേസമയം അവളുടെ മൈൻഡിൽ ഒരു ടെൻഷൻ കടന്നുകൂടി. അവൾ അന്ന് കേട്ട ആ കമൻറ്റ് നാളെ അവളുടെ മകൾ കേൾക്കേണ്ടി വന്നാലോ? ശരിയാണ്, നമ്മളെല്ലാവരും എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെയൊക്കെ കമൻസ് പറഞ്ഞിട്ടുണ്ടാവാം. ആരുടെയെങ്കിലും നിറത്തിനെക്കുറിച്ചോ വണ്ണത്തിനെക്കുറിച്ചോ ബോഡി ഷേപ്പിനെക്കുറിച്ചോ ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവാം. നമ്മൾ പറയുന്ന ഓരോ വാക്കും കേൾക്കുന്നവരുടെ മനസ്സിൽ ഒരു തമാശയോ നേരം പോക്കോ ആയിരിക്കില്ല. അത് അവരുടെ മനസ്സിൽ എപ്പോഴെങ്കിലും ആഴത്തിൽ പതിഞ്ഞ ഒരു മുറിവായിരിക്കാം. അത് ഹീൽ ചെയ്യാൻ ആർക്കും പറ്റില്ല. സോ ബി കൈൻഡ്. ആരെയും ഹേർട്ട് ചെയ്യാതെ സംസാരിക്കാൻ ശ്രമിക്കുക. ദിസ് ഈസ് മീ ഉത്ര വിത്ത് റാൻഡം തോട്ട്സ്.